ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ദിസ് ഈസ് തേഴ്സ്ഡേ മോർണിംഗ്. രാവിലെ തന്നെ എണീറ്റ് പിള്ളേർക്കുള്ള പാല് ഗ്യാസിലേക്ക് വെക്കുകയാണ്. ഇനി നമുക്ക് കെറ്റിലിൽ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കാപ്പിക്കുള്ള വെള്ളം വയ്ക്കണം. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ വന്ന് ഇത് ഇത്രയും ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിൽ കിച്ചണാക്കിയിട്ടിട്ടായിരിക്കും ഞാൻ പോണത്. പാലിൻ്റെ പാൻ ഗ്യാസ് സ്റ്റൗവിലും കെറ്റിൽ ഓണാക്കിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അടുക്കിപ്പറക്കി വെക്കുന്നത്. അമ്മ എണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ വലിയ സ്റ്റീൽ കൊട്ടയിൽ ഇരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് വെക്കും. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ബ്ലൂ റാക്കിലുള്ളത് ഞാൻ എടുത്ത് വെക്കും. ബ്ലൂ റാക്കിലുള്ളത് അമ്മ എടുക്കാറില്ല, കാരണം അതിൽ ഞാൻ വെക്കുന്നത് ഈ കളറുള്ളത്, പൊട്ടുന്നത്, അങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് ഇത്ര ടെൻഷനാണ്. കയ്യിൽ നിന്ന് വീഴോ പൊട്ടുമോ ഒക്കെ ചെയ്യുമോ എന്ന് ഓർത്തിട്ട്. ഇന്ന് കുക്കു സാറിന് കളറിംഗ് ആണ് കേട്ടോ എക്സാം. ലിറ്ററലി ഇന്നലെ വെക്കേഷൻ തുടങ്ങിയത് മാതിരിയാണ് ആളുടെ നിപ്പും നടപ്പുമൊക്കെ. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇനി മുതൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ വന്നത്. ഇനി പഠിക്കാനൊന്നും ഇല്ലല്ലോ. സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കുന്നത് കുറച്ച് ഉറങ്ങി എണീറ്റാൽ പഠിച്ചതൊക്കെ ഓർമ്മ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇനി പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങത്തില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനും വിട്ടുകൊടുത്തില്ല. ഉറങ്ങിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. 11 to 3 പുറത്തിറങ്ങണ്ടെന്നാണ് ഇപ്പോൾ ന്യൂസിലൊക്കെ പറയുന്നത്. എസ്പെഷ്യലി കൊല്ലം, ഞങ്ങൾക്ക് ഇവിടെ റെഡ് അലേർട്ടൊക്കെയാണ്. അത്രയ്ക്കുണ്ട് ചൂട്. ഞാൻ വീണ്ടും എൻ്റെ ഉലുവ ജീരക വെള്ളം കൂടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇനി എനിക്ക് തന്നെ അറിയാം ഞാൻ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കുമെന്ന്. സ്കൂളിൽ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതൊക്കെ എളുപ്പം നടക്കും. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല. ഞാൻ രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങിയാൽ അമ്മ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും. എനിക്ക് രാവിലെ മധുരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ കഴിക്കുമ്പോൾ വണ്ണം കൂടുകയും ചെയ്യും. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഡയറക്റ്റായിട്ടിരുന്ന് ഒരു പണി എടുക്കാതെ തിന്നുന്നത് കൊണ്ട് പ്രത്യേകിച്ചും. പിന്നെ ലഞ്ചിനും മീനൊക്കെ അങ്ങനെ ചൂടോടെ കറിയും വെച്ച് ചൂട് ചോറ്. നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ ഒരു 8:30 ഉള്ളിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആവും. ഇതൊക്കെ ഏകദേശം ഒരു തണുപ്പോട് കൂടിയിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അത്ര ചൂടോടെ സാധനങ്ങൾ കിട്ടി തുടങ്ങുമ്പോൾ കഴിക്കുന്നതിൻ്റെ അളവും കൂടും. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഉലുവ ജീരക വെള്ളമൊക്കെ കുടിച്ചാലേ ഒന്ന് വണ്ണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ജൂണിൽ സ്കൂളിലേക്ക് പോകാൻ നേരം ഇപ്പോൾ അലമാരിയിലിരിക്കുന്ന കുർത്തിയും ടോപ്പും ഒക്കെ എടുത്തിടുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത സങ്കടം വരും. അപ്പോൾ എന്തായാലും കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി. നിലുവിൻ്റെ ബോട്ടിൽ അമൃതം രാവിലെ ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതും ഒന്ന് കഴുകി സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ആ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഞാനിന്നിപ്പോൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ എണീറ്റേക്കുന്നത്. ഞാനൊരു 7 മണിക്കാണ് അലാം വെച്ചതെങ്കിലും ഒരു 6:30 ആയപ്പോഴത്തേക്ക് കുക്കു സാറിൻ്റെ കാലും വെച്ച് നല്ലൊരു ചവിട്ട് കിട്ടി. അപ്പോൾ ഞാനും ഉണർന്നു. പിന്നെ കിടന്നിട്ട് ഉറക്കവും വന്നില്ല. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ഫിഷ് മോളിയും ഫിഷ് ഫ്രൈയും വെജിറ്റബിളും ഒക്കെ വെക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് എണീക്കാമെന്ന്. എണീറ്റ് വന്ന് ഈ പരിപാടികളൊക്കെ അമ്മ എണീക്കാണ്ടിരിക്കാൻ അവിടുത്തെ ഡോറ്, കിച്ചണിലേക്കുള്ള ഡോറ് അടച്ചിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ലൈറ്റും ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചാലും പാത്രങ്ങൾ അടുക്കി തുടങ്ങുമ്പോൾ ഈ തട്ടും മുട്ടും ഒക്കെ കേട്ട് തുടങ്ങും. അമ്മ എണീറ്റ് വന്നു കേട്ടോ. രാവിലെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുക്കേണ്ട ഡ്യൂട്ടി ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു. അമ്മ ഇനി അവിടെ പൊതിച്ച തേങ്ങ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കുള്ളപ്പോഴൊക്കെ 2-3 തേങ്ങയൊക്കെ പൊതിച്ച ബാസ്ക്കറ്റിലിടും. അതിൻ്റെ അകത്ത് അമ്മ ഇനി തിരികെ 2ാം പാലും 1ാം പാലും ഒക്കെ എടുത്ത് തരണം. തേങ്ങ തിരുക, കഴുകിയിരിക്കുന്ന പാത്രങ്ങൾ റാക്കിൽ നിന്ന് എടുത്ത് മാറ്റുക, തുണി മടക്കുക, ഇതൊക്കെ എനിക്ക് മടിയുള്ള കാര്യങ്ങളാണ്. പപ്പടം കാച്ചുന്നതും എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര മടിയാണ്. ഇതൊക്കെ അമ്മ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അത്രയ്ക്ക് മടി. പപ്പടം കാച്ചുന്നതെന്നൊക്കെ പറഞ്ഞാൽ അധികം സമയം പോലും എടുക്കത്തില്ല. പക്ഷെ എന്താണാവോ എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കര മടിയാണ്. തേങ്ങ പിന്നെ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചായിരുന്നു എടുക്കാറുള്ളത് അമ്മ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ. ഇപ്പം എൻ്റെ കയ്യിൽ നല്ലപോലെ തേങ്ങ തിരികെ തരുന്നൊരു മെഷീൻ ഉണ്ടല്ലോ. നിങ്ങൾക്കിതുപോലെ ചെയ്യാൻ വളരെ ഈസി ആണെങ്കിലും ചെയ്യാൻ മടിയുള്ള എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എസ്പെഷ്യലി ഹൗസ് ഹോൾഡ് ചോസ്. അമ്മയ്ക്ക് കാപ്പി കുടിക്കാനായിട്ട് അപ്പുറത്ത് സേറമോളുടെ അമ്മമ്മ കമ്പനി ഉണ്ട് കേട്ടോ. ചായയായിട്ട് പുള്ളിക്കാരത്തി അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇവിടെ കമ്പനി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ അങ്ങ് മേളിൽ പോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ കാണാം. ഇന്നലെ രാത്രി തന്നെ ഏറെക്കുറെ പരിപാടികളൊക്കെ തീർത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര വിശാലമായിട്ട് മേളിലിരുന്ന് കാപ്പി കുടിച്ചത്. ഫിഷ് മോളിക്ക് എരിവ് കുറവായതുകൊണ്ട് തന്നെ ആ എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വറുക്കാനുള്ള അയിലയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും നല്ല രീതിക്ക് കുരുമുളക് പൊടിയും നിറത്തിന് കാശ്മീരി മുളക് പൊടിയും എരിവിന് സാദാ മുളക് പൊടിയും ഇതൊന്ന് നല്ല രീതിക്ക് അരഞ്ഞു വരാനായിട്ട് കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത്
ആവശ്യത്തിന് ഉപ്പും കൂടെ ജാറിലിട്ട് എല്ലാം കൂടെ മിക്സിയിൽ ഞാനൊന്ന് നല്ല രീതിക്ക് അരച്ചെടുത്തിരുന്നു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അയിലയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അയിലയുടെ പുറത്തുനിന്ന് അരപ്പ് തെന്നി പോകത്തില്ല. വറുക്കാനായിട്ട് മീനിൽ പുരട്ടിയ അരപ്പിൻ്റെ ബാക്കി കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട് വേണം ഫിഷ് മോളിക്കായിട്ടുള്ള മീനിൽ അരപ്പ് പുരട്ടി വെക്കാനായിട്ട്. എക്സ്റ്റൻഷനായിട്ട് കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ച് ഒരു 2-3 തുള്ളി വെള്ളവും എത്തിച്ച് ഈ 3 മീൻ, ഇതെന്ത് മീനാണെന്ന് ഞാൻ മറന്നുപോയി. ആക്ച്വലി CD മീനല്ല, പാരയും അല്ല, സംതിങ് എൽസ്. എന്തായാലും ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് എനിക്ക് പൊള്ളിക്കാൻ തോന്നിയിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. ഇത് ഫിഷ് മോളി വെക്കാനായിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരപ്പ് പുരട്ടി വെക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് മീനിൽ അരപ്പ് പുരണ്ടിരിക്കും. ഫിഷ് മോളി വെക്കുമ്പോൾ കറിയിലേക്ക് പൊടികളൊന്നും തന്നെ ഇനി ആഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത്തിരി അരപ്പ് ഇവിടെ കൂടുതലാണെന്ന് തോന്നുന്നത് ഓക്കെയാണ് കേട്ടോ. അതെല്ലാം കൂടെ നല്ല രീതിക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ബാക്കി അരപ്പ് മീനിന് മേളിലായിട്ട് തന്നെ വെച്ച് കൊടുത്തു. മീൻ ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് ഫിഷ് മോളി വെക്കുന്ന ഒരു സ്റ്റൈല് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റായിട്ട് മീൻ അങ്ങോട്ട് ഇട്ട് വേവിച്ചെടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അരപ്പ് പുരട്ടിയ മീൻ ഞാൻ ഇന്നലെ രാത്രി ചില്ലറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വറുക്കാനുള്ള മീനും ചില്ലറിൽ തന്നെയാണ് വെച്ചത്. പിന്നെ പച്ചക്കറികൾ, അതിപ്പോൾ രാവിലെ എനിക്ക് ലഞ്ച് ഫുള്ള് എല്ലാം ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും രാത്രി അങ്ങ് ഒതുക്കി വെച്ചത്. രാവിലെ ഒരു പച്ചക്കറിയും മീൻ വറുക്കലും മാത്രമായിരുന്നെങ്കിൽ ഇത്രയും പരിപാടി തലേന്ന് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഫിഷ് മോളി തലേന്ന് വെച്ച് എടുക്കുന്നത് ചൂടാക്കി എടുക്കുന്നതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ചൂടാകുമ്പോൾ തേങ്ങാപ്പാൽ തിളയ്ക്കും. തേങ്ങാപ്പാൽ അങ്ങനെ വീണ്ടും വീണ്ടും തിളച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ രാവിലെ അമ്മ എണീറ്റില്ലെങ്കിൽ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഞാൻ തന്നെ തേങ്ങ തിരികെ പിഴിഞ്ഞെടുക്കണമല്ലോ. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ തലേന്ന് തീർത്ത് വെച്ചത്. മെഴുക്ക് പുരട്ടാനായിട്ട് കുറച്ച് ക്യാരറ്റും ഇത്തിരി 10 മണി പയറും ഉണ്ടായിരുന്നു. അത് രണ്ടും അങ്ങോട്ട് അരിഞ്ഞെടുത്തു. അതിലുപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് പുരട്ടി അതും ചില്ലറിൽ കൊണ്ടുവച്ചു. പിന്നത്തെ പരിപാടി ഇതിനൊക്കെയുള്ള സവാള അരിഞ്ഞ് വെക്കലാണ്. സവാള 2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അത് കഴിയുമ്പോൾ സവാളയ്ക്കൊരു സാലഡിലുള്ള സവാളയുടെ ഒരു മയവും രുചിയും ഒക്കെ വന്ന് തുടങ്ങും. അതുകൊണ്ട് 2 days മാക്സിമം, 2 ദിവസത്തിനുള്ളിൽ എടുക്കാനുള്ളതാണെങ്കിൽ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അരിഞ്ഞ് വെക്കുന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം. വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു നട്ടും ബോൾട്ടും ഒക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞ് വെക്കാനായിട്ട്. ഫിഷ് മോളിക്ക് ഒത്തിരി സവാളയും ചെറിയുള്ളിയും ഒക്കെ വേണം. സവാളയും ചെറിയുള്ളിയും കുനുകുന അരിഞ്ഞിട്ട് ഫിഷ് മോളിക്കായിട്ടുള്ളത് ആ വലിയ പാത്രത്തിലും പിന്നെ മെഴുക്ക് പുരട്ടാനായിട്ടുള്ളത് ആ ചെറിയ പാത്രത്തിലും ആക്കിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഒരൊറ്റ ബോക്സിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഇത് ഞാൻ ആ സവാളയൊക്കെ പിടിച്ച കൈവച്ചല്ലേ അരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടെ ഹാൻഡ് വാഷ് ഇട്ടിട്ട് ഒന്നും കൂടെ ആ ഡബ്ബ ഒന്ന് കഴുകും. അല്ലെങ്കിൽ ഫ്രിഡ്ജിന് ആര് തുറന്നാലും ഉള്ളിയുടെ മണം വരും. അതും ഞാൻ ചില്ലറിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവ ജീരക വെള്ളമൊക്കെ തണുത്തു. ഞാനത് ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തു. കുക്കൂനും നിലുവിനുമുള്ള പാലും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് കരുതി. ഇതെല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിനി ഗ്യാസ് കത്തിച്ച് 3 അടുപ്പിലായിട്ട് 3 പാത്രങ്ങൾ വെച്ച് ചെയ്ത് തുടങ്ങാം. ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. അമ്മ കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ തിരികെ വെക്കണേ, പറ്റുമെങ്കിൽ 2-ാം പാലും 1-ാം പാലും ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെക്കണേന്ന്. അങ്ങനെ പറഞ്ഞാൽ മതി, ചെയ്തോളും. പറ്റുമെങ്കിൽ എന്ന് ആഡ് ചെയ്താൽ അമ്മ പറ്റിക്കും. അമ്മ അത് ചെയ്തിരിക്കും. അങ്ങനെ പിള്ളേർക്കുള്ള പാലൊക്കെ എടുത്ത് വെച്ചു. നിലു വളരെ റെയറായിട്ടേ ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എണീക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് മിക്ക മോർണിംഗ് വ്ലോഗ്സിലും നിലുവിനെ നിങ്ങൾ കാണാത്തത്. ഷോർട്സിലായാലും ശരി, രാവിലെ ആണെങ്കിൽ ഞങ്ങൾ പോകുന്നത് വരെ കിടക്കും. മിക്കപ്പോഴും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അവൻ പിന്നെ എണീറ്റ് വരുന്നത്. വൈകുന്നേരം ആണെങ്കിൽ ആളെ കാണാൻ പറ്റും, ഫ്രെയിമിൻ്റെ അകത്ത് ആളെ കണ്ണിറയെ കാണാൻ പറ്റും. അങ്ങനെ അതേ നമുക്ക് ഫിഷ് മോളിക്കായിട്ടുള്ള ഒരു കറിച്ചട്ടിയും മെഴുക്ക് പുരട്ടാനായിട്ടുള്ള ഒരു അലൂമിനിയം ചട്ടിയും മീൻ വറുക്കാനായിട്ടുള്ള ഒരു ഇരുമ്പ് ചട്ടിയും ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ഇതിലെല്ലാത്തിലും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കറിച്ചട്ടിയിൽ അല്പം വെള്ളമുണ്ട്, അതുകൊണ്ട് ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഫ്രിഡ്ജിൽ ഇതേ ഇന്നലെ അരിഞ്ഞ് വെച്ചിരുന്ന സാധന സാമഗ്രികളൊക്കെ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു. പ്ലസ് സം കറിവേപ്പിലാസ്. മീൻ വറുക്കാനുള്ള ചട്ടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. മെഴുക്ക് പുരട്ടാനുള്ള ചട്ടിയിൽ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇന്നലെ അരിഞ്ഞ് വെച്ച ഉള്ളിയും ചെറിയ ബോക്സിൽ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികളും ഇട്ടു. എല്ലാം കൂടി ഇനിയിപ്പോൾ അതിൽ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ. ഇനി എല്ലാം അവിടെ ഇരുന്ന് ഒന്ന് വഴറ്റണം. പിന്നെ അങ്ങോട്ട് അടച്ച് വെച്ച് ചൂടാക്കി എടുക്കണം. വറുക്കാനുള്ള മീനെ തിക്കി ഇരുന്നിട്ട് C പോലെയും W പോലെയൊക്കെ ആയിപ്പോയി. പിന്നെ ഒരുവിധം നിവർത്തി ഞാൻ എടുത്ത് വെച്ചു. ഞാൻ 2 മീനെ വറുക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് വേണമെങ്കിൽ രാത്രി ചൂടോടെ ആർക്കെങ്കിലും വറുത്ത് കൊടുക്കാമല്ലോ. വറുത്തിരിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത്രയും അരപ്പൊക്കെ പുരട്ടിയ സാധനം ചൂടോടെ വറുത്ത് കിട്ടുന്നത്. മെഴുക്ക് പുരട്ടിക്കുള്ള പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ എണ്ണയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാനത് അടച്ചു വെച്ചു. ഇനി അതൊന്ന് അങ്ങനെ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടില്ല. അത് ഇനി ഫ്രിഡ്ജിലിരുന്നതല്ലേ, അതിനൊരു ചെറിയ ഈർപ്പമൊക്കെ കാണും. ആവശ്യത്തിന് വെള്ളം അതിന്നൊക്കെ വന്നോളും. പക്ഷേ ഇടയ്ക്ക് നോക്കണം കേട്ടോ, ഇവിടുത്തെ പോലെ തന്നെ അവിടെയും നടക്കണമെന്നില്ലല്ലോ. കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതകളുണ്ട്.
ഉള്ളി ഇത്തിരി അങ്ങോട്ട് മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അമ്മയായിട്ട് എന്തോ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നു. പുകയൊക്കെ വരുന്നുണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പച്ചമുളക് അരിഞ്ഞിട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായതുകൊണ്ടാണ് പുക വന്നത്. ഉള്ളി കരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഉള്ളി അങ്ങനെ മുരിയണ്ട, ഒന്ന് മയപ്പെട്ട് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്തു വെച്ചിരുന്ന മീൻ, തലലവിടെ ലുടലവിടെ അപ്പുറത്ത് എന്ന് പറയുന്നത് പോലെ സ്പേഷ്യസ് ആയിട്ട് അവരെ 3 പേരെ അങ്ങോട്ട് കിടത്താം. മണ്ടപോലങ്കരിക്കാൻ ഒരു തക്കാളി നല്ല തിന്നായിട്ട് നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ഈ ചട്ടിയുടെ മേളിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. മീൻ തിരിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ. വെള്ളം ആവശ്യത്തിനുള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. അത് ആവശ്യത്തിനുള്ളതുകൊണ്ട് മീനിൻ്റെ 2 സൈഡും ഒരുപോലെ തിളച്ച് വെന്തോടും. മെഴുക്ക് പുരട്ടി അപ്പോഴേക്ക് റെഡിയായി. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. അതിൻ്റെത് ഫിഷ് മോളി ഇങ്ങനെയാണ് ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കറിച്ചട്ടിയിൽ ചെയ്യാം കേട്ടോ. തിങ്ങിപ്പോയി കഴിഞ്ഞാൽ ആൾ കുളമായി പോവും. മീൻ ഒടിയുന്നതൊന്നും ശരിയാവത്തില്ല എന്നല്ല, അതിൻ്റെ ആ ഭംഗി മൊത്തത്തിൽ പോവും. ഇനി നമ്മുടെ മീൻ തിരിച്ചിട്ടു, അത് ആ സൈഡൊന്ന് മുരിയണം. ഫിഷ് മോളിയിലെ മീൻ ഒന്ന് തിളയ്ക്കണം, ഒന്ന് വേവണം. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കുപ്പിയും പാട്ടയൊക്കെ കഴുകാനുണ്ടല്ലോ. ഇത്രയും പാത്രങ്ങൾ തന്നെ ഇന്നിവിടെ കഴുകാനുള്ളൂ. ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്ന ഡബ്ബ, പച്ചക്കറി അരിഞ്ഞ് വെച്ചിരുന്ന ഡബ്ബ, മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവം, പിന്നെ വറുക്കാനുള്ളത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവം ഡബ്ബ, അതെല്ലാം കൂടെ കഴുകി വെളിയിലത്തെ സ്റ്റീൽ റാക്കിലേക്ക് കൊണ്ടുണങ്ങാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വെന്തു. അധികം മാംസമുള്ള മീനല്ലല്ലോ, ഇത്തിരി പരന്നൊരു ടൈപ്പ് മീനായിരുന്നല്ലോ. ഇതിൽ കരണ്ടി ഇടാതിരിക്കുന്നതാണ് നല്ലത്. കരണ്ടി ഇട്ടാൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ ഒടിയാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഇതുപോലെ 2 സൈഡും തുണിയൊക്കെ വെച്ചിട്ട്, ചൂടല്ലേ, അമ്മ ഇതിനെ ഏക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. ഇതേ കണക്കൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. 2ാം പാലിൽ തന്നെ മീൻ മാക്സിമം വേവിച്ചെടുക്കുക. 2ാം പാൽ ഇത്തിരി വറ്റിക്കാനായിട്ട് ഇടയ്ക്ക് ഞാൻ ചെയ്തതുപോലെ അടപ്പൊന്ന് മാറ്റി തിളപ്പിച്ചാൽ മതി. എന്നിട്ട് ആ തിള നിൽക്കുമ്പോൾ വേണം 1ാം പാൽ ഒഴിക്കാനായിട്ട്. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒഴിക്കുന്ന 1ാം പാലും ചട്ടിയുടെ ചൂട് കൊണ്ട് അങ്ങോട്ട് തിളയ്ക്കും. 1ാം പാൽ തിളയ്ക്കാൻ പാടില്ല, രുചി കുറയും. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് തട്ടിക്കൂട്ട് പരിപാടികളാണ് കേട്ടോ. കുറച്ച് കോൺഫ്ലെക്സും ചോക്കോസും കൂടെ കുക്കുവിനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ പാൽ ഒഴിക്കുമ്പോൾ ഇത്തിരി ചൂടോടെ ഒഴിച്ചില്ലെങ്കിൽ ഈ സംഭവം ഒന്നും മയപ്പെട്ട് വരത്തില്ല. അതുകൊണ്ട് കപ്പിലെ പാൽ അവനിൽ വെച്ച് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തു. എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡാണ്. ഇന്നലെ വെനസ്ഡേ അല്ലായിരുന്നോ, കുരിശടിയിൽ നേർച്ച കിട്ടിയ ബ്രെഡും കൊണ്ട് ലില്ലിയമ്മച്ചി വന്നിരുന്നു. പക്ഷേ വൈകുന്നേരം അടപ്രഥമനും പിന്നെ അലം വന്നപ്പോൾ എഗ് പഫ്സും ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് ബ്രെഡ് കഴിക്കാനായിട്ടുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ബ്രെഡ് അങ്ങനെ ഞാനൊരു ബോക്സിൽ മാറ്റി വെച്ചേക്കുമായിരുന്നു. നേർച്ച കിട്ടുന്ന ബ്രെഡിന് നല്ല മയമായിരിക്കും കേട്ടോ, നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും. ഞാൻ ബ്രെഡും പൈനാപ്പിൾ ജാമുമായിട്ടാണ് കഴിക്കുന്നത്. കുക്കുസാറ് ചോക്കോസും. അമ്മയും നിലുവും രാവിലെ അമ്മ ഇപ്പോൾ തന്നെ അരി അടുപ്പിലിട്ടിട്ടുണ്ടാവും. ചോറായി കഴിഞ്ഞാൽ ഫിഷ് മോളിയുടെ ചാറും കൂട്ടി 2 പേരും രാവിലെ ചോറ് കഴിച്ചോളും. ഫിഷ് മോളി, മോര് കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ നിലു എപ്പോൾ വേണമെങ്കിലും ചോറ് കഴിക്കും. രാവിലെ ആയാലും ശരി, രാത്രി ആയാലും ശരി. ഉറക്കത്ത് എണീറ്റ് വന്നതാണ്, ഇപ്പോൾ ഇടിച്ചേനെ. അതല്ലേലും അങ്ങനെയാണല്ലോ, അമ്മ പിരിവിന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴും ആയിരിക്കും അവൻ ഉണരുന്നത്. ഞാൻ ഈ ചെരുപ്പുമായിട്ട് ലില്ലിയംചി പറയുന്ന പോലെ നിന്ന് കിളിത്തട്ട് കളി കളിക്കുന്നത് എൻ്റെ കാലിൽ ആ ഒരു മുറിവുണ്ടല്ലോ, അവിടുത്തെ സ്കിന്ന് അകത്തു നിന്നുള്ള സ്കിൻ വന്നിട്ടാണ് അത് ഹീലായിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്ക് മനസ്സിലാവും. നമ്മുടെ ഒട്ടിക്കുന്ന സ്ഥലത്തൊരു വേറൊരു തരത്തിലൊരു സ്കിൻ വരത്തില്ലേ, അതുപോലാണ് ഇപ്പോൾ എൻ്റെ കാലിലിരിക്കുന്നത് കേട്ടോ. അതിലൊരു ടിംഗ്ലിങ് സെൻസേഷനാണ്. അപ്പോൾ ചെരുപ്പ് ഊരുമ്പോൾ അവിടെ തട്ടുമ്പോൾ എനിക്കിതുമാതിരി ഒരു ഇക്കിളിയൊക്കെ ആവും. ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ തന്നെ വന്ന് വേണം ക്യാമറ എടുക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അമ്മ ഇരുന്നത്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോയി ഫോൺ എടുത്തിട്ട് തിരിച്ചു വരാമല്ലോ എന്ന്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റോഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കുരിശുടിയുടെ സൈഡിൽ കാണുന്ന ആ വഴി തന്നെ വേണം ഇന്നും പോകാനായിട്ട്. ഇന്നും എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ലാസ്സിൽ 3rd-ഉം 4th-ഉം സ്റ്റുഡൻസാണ് ഇരിക്കുന്നത്. 1 and 2-ന് SS ഇല്ല, EVS മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരു സബ്ജക്റ്റ് കുറയും. ഇവർക്ക് SS ഉണ്ട്. അതുകൊണ്ട് 1 and 2-ന് കളറിങ്ങും, LKG to 2nd grade വരെ ഉള്ളവർക്ക് ഇന്ന് കളറിങ്ങും, ഇവർക്ക് ഇന്ന് SS-ഉം ആണ് 3rd-നും 4th-നും. ക്വസ്റ്റ്യൻ പേപ്പർ 2 എണ്ണം ഉള്ളത്, ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഒന്ന് ഇന്ത്യയുടെ മാപ്പാണ് കേട്ടോ. അതിൽ ലേബൽ ചെയ്യാനായിട്ട് കൊടുക്കും. അത് ഇവർക്ക് SS-ൽ എപ്പോഴും കാണും, ഏതെങ്കിലുമൊക്കെ സ്ഥലം ലേബൽ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പേര് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ ഷീറ്റ്സ് കൊടുത്തു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 6ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ത്യയുടെ പടം വരച്ച് ലേബൽ ചെയ്യണം എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞു സ്ക്വയർ ബോക്സസ് വരച്ചിട്ട്, അതായത് ഒരു ഗ്രാഫ് പോലെ പേപ്പറിൽ വരച്ചിട്ട് അത് വെച്ചിട്ടാണ് വരച്ച് പഠിച്ചത്. ഇപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഇന്ത്യ വരയ്ക്കാൻ പറ്റും കേട്ടോ, ഞാൻ പെട്ടെന്ന് വരയ്ക്കും. പക്ഷേ ഈ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ കഷ്ണങ്ങൾക്ക് മാറ്റം വരുമല്ലോ, അത് എൻ്റെ തലയിലോട്ട് രജിസ്റ്റർ ആയിട്ടില്ല. ഞാൻ എങ്ങനെ പഠിച്ചുവോ അങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. എനിക്ക് ആ സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്ത് എത്ര സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നോ അത് കറക്റ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടീഷനൊന്നും എനിക്ക് വരത്തില്ല. അതൊക്കെ വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോക്കണം. അല്ലെങ്കിൽ പഴയ ഇന്ത്യ എനിക്ക് ടപ്പേന്ന് അങ്ങ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ച് പഠിച്ച് കാണാൻ പാടായി.
ഇന്നത്തെ പരീക്ഷയൊക്കെ തീർന്നപ്പോൾ ഞങ്ങളെ വിളിക്കാനായിട്ട് അലാൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുറച്ച് ടീംസ്, കുട്ടി ടീംസ് എമ്പുരാൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഗേറ്റ് അടവൊക്കെ കഴിഞ്ഞ് വണ്ടിയും കിട്ടാണ്ട് പിന്നെ എൻ്റെ വണ്ടി സ്കൂളിൽ വന്ന് എടുത്തിട്ടാണ് പോയത് അവന്മാർ. നമുക്ക് കാണാൻ പോണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ ഷോ കാണാൻ പറ്റിയില്ലല്ലോ. ഉന്തും തള്ളിയിട്ടായാലും ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയെങ്കിൽ അങ്ങനെ കാണാമായിരുന്നു. ഇനിയിപ്പോൾ തിരക്കൊക്കെ ഒഴിയട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി തിരക്കൊഴിയുന്നത് വരെ കാത്തിരിക്കാം. നല്ല ചൂട് ചോറും ഫിഷ് മോളിയും ഉള്ളിയും തക്കാളിയും അതൊക്കെ ഞാനിങ്ങനെ അതിൻ്റെ മേലിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ആയിട്ട് കഴിക്കാനാണ് അതിൻ്റെ സുഖം. ചോറിൻ്റെ മീതെ കറി ഒഴിക്കാത്തത് പണ്ട് ലില്ലിയമ്മച്ചി ഞങ്ങൾക്ക് ഫിഷ് മോളി വെക്കുമ്പോൾ വാരി തന്നുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. ചാറ് ഇങ്ങനെ ഒരു കൊച്ചു കിണ്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ, ഈ പച്ച ചോറ് വറുത്ത മീനോ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴച്ച് ഒരു ഉരുളയാക്കിയിട്ട് അത് ആ ചാറിലിങ്ങനെ മുക്കിയിട്ട് കഴിക്കണം. അതെനിക്കൊരു നൊപ്ലാൻ ചെയ്യാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഞാൻ വാരി കൊടുക്കുവാണെങ്കിൽ അലനും കുക്കുനും അങ്ങനെ തന്നെ കൊടുക്കും കേട്ടോ. അമ്മയും നിലു അപ്പുറത്ത് ലില്ലിയംസിൻ്റെ വീട്ടിലുണ്ട്. നിലുവിന് ചോറ് കൊടുത്തോണ്ടിരിക്കുവാന്ന് തോന്നുന്നു. അവിടെ തേരാ പാര നടക്കുന്നുണ്ട്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും കുക്കുസാറും കിടന്നു. ഫോൺ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ അടിയായി. അവൻ ആ ഫോൺ അങ്ങനെ വെച്ചതിന് അവൻ ഇന്നത്തെ സ്ക്രീൻ ടൈമിൽ ഒരു അരമണിക്കൂർ കട്ടാക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇനി ചാച്ചട്ടെ, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.